ഒന്നിച്ചിടത്ത് കരളിന്റെ നേരമായി ഒന്നിച്ചിടത്ത് നല്ല പുള്ളിയാണോ? എന്താണ് കുളിക്കാൻ കയറിയിട്ടുള്ളൂ? ഇവനെന്താണ് പ്രാന്ത? എനിക്കറിയില്ല. ഇന്നലെ എന്താണ്ട് സിനിമ കണ്ടിരുന്നപ്പോ കാസറ്റ് വീസി എറണാകുളത്ത് കുരുങ്ങിന്നാ. വീട്ടുകാരറിഞ്ഞ? വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാവില്ല, അതല്ലേ വെപ്രാളപ്പെട്ട് ഓടിയത്. ഏത് പടം? അവന് ഏത് പടമായിരിക്കും കാസറ്റ് കുരുങ്ങി? അയ്യോ എടാ, ഇവൻ പൊട്ടനാട്ടോ. അതെടുത്തിട്ട് വന്ന് ലേറ്റ് ആയിന്നാ, പിന്നെ അങ്ങനെ കഷ്ടം. ആ സിനിമ ഇനി എപ്പ കാണാനാന്ന്? ഇത് അത് മേടിക്കണ്ടാ. ഞാൻ ഗോപിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് 3 ടിക്കറ്റ് മാറ്റി വെക്കാന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സിദ്ദിഖ് ലാലിന്റെ പടമാണ്. എന്താ രണ്ടാളും വിടക്കണേ? ഒന്നുമില്ല. എത്തു കുപ്പായൊക്കെ ആണല്ലോ, പൂക്കളൊക്കെ. ഒരു സിനിമയ്ക്ക് പോകാൻ പോണ്. അപ്പൂനെ കൂടെ കൂട്ടാൻ നിൽക്കുന്നു. അപ്പൂനെ കാത്തിക്കുക. അല്ലടോ, അന്റെ അപ്പൂപ്പനവിടെ പെരയില് വയ്യാണ്ട് കിടക്കല്ല. അപ്പൊ ഇജ്ജ് സിനിമക്ക് പോവുക? അപ്പൂപ്പന്റെ വയ്യായി മാറുമ്പോ സിനിമ മാറൂലേ? അയ്യോ, അയാൾ ഒറ്റക്ക് കിടത്തിട്ട് അങ്ങ് പോന്നു. പിന്നെ അപ്പൂനോട് കൊണ്ടുപോകാൻ പറ്റുമോ? എങ്ങനെ നടന്ന ആളാന്നറിയോ? എങ്ങനെ കിടന്നേ? ഞങ്ങള് പണ്ട് ഞാനും രാഘവേട്ടനും അന്റെ അപ്പൂപ്പൻ, ഞങ്ങളൊരു 6 ആൾക്കാര് കമ്പനിയാണ്, സുഹൃത്തുക്കള്. സിനിമക്ക് പോവാനോ? സിനിമക്ക് പോക്കും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്റെ അപ്പൂപ്പനായിരുന്നു അതിന്റെ കിലാടി. കൂട്ടോക്ക് 4 ആൾക്കാരൊക്കെ ഒരുമിച്ച് അടിച്ചടി വീത്തും. കൊതുകിനല്ല, മനുഷ്യന്മാരാ, ജീവനുള്ള മനുഷ്യന്മാരെ. എന്തിന്? റൗഡികള് ഒരു പെണ്ണിനെ തോണ്ടിയതിന്റെ പേരിലേന് അന്ന് 4 ആൾക്കാര് ഞങ്ങളെ മുന്നിന്ന് ഞങ്ങളൊന്നും തൊടിയിച്ചില്ല, അടിച്ചാണ്ട് അടിച്ചാള് വീഴ്ത്തി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിന്റെ അപ്പൂപ്പനെ കാലം വന്ന് മേളിലോട്ട് കൊണ്ടുപോകാത്ത അറിയാമോ? ചിലപ്പോ കാലം വരുമ്പോ നിന്റെ അപ്പൂപ്പ ഒറ്റടിക്ക് അടിച്ചിട്ടാലേ പഴയ റൗഡിയല്ലേ. പറഞ്ഞിട്ടെന്ത് കാര്യ? പിന്നെ നോക്കിയും കണ്ടൊക്കെ നടന്നോ, കാലം മോശമായിക്കൊണ്ടിരിക്കുക. അതെ അതെ, നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ നടന്ന് റോഡിലോട്ട് പോ. പഴയ കാലമല്ല, വണ്ടിയൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെയാടാ ഈ ഉപദേശിക്കാൻ പറ്റുന്നേ? ഈ പ്രായം മൊത്തം ഉപദേശമായിരിക്കും അല്ലേ? ഏകാന്ത വൃദ്ധരെ പോകുന്നതെങ്ങോട്ടോ, ഏകാന്ത വൃദ്ധരെ പോകുന്നതെങ്ങോട്ടാ? റോഡിലെ കുഴിയിലോ വല്ല ചന്ദന ചിതയിലോ. ഏകാന്ത വൃദ്ധരെ പോകുന്നതെങ്ങോട്ടാ? റോഡിലെ കുഴിയിലോ. ശീതള, 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 ശീതള. ആരാ? അപ്പൂപ്പ. ആരാ? മന്മഥൻ, മന്മഥൻ, ശീതളന്റെ കൂട്ടുകാരൻ മന്മഥൻ. മന്മഥൻ. ശീതളൻ എവിടെ? ശീതളൻ എവിടെന്ന്? ശീതളൻ കുളിക്കാ. അതാ വിളിച്ചിട്ട് കേൾക്കാത്തവൻ. 1.5 മണിക്കൂറാവും കുളി കഴിയാൻ. ശീതളന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അവരൊരു കല്യാണത്തിന് പോയിരിക്ക. കാർത്തേനിയുടെ മകളില്ലേ തങ്കമണി, തങ്കമണിയുടെ മകള് ചിഞ്ചുന്റെ കല്യാണ. ഞാൻ പോയി നടത്തി കൊടുക്കേണ്ട കല്യാണ അത്. പോവാൻ വയ്യേ.
കാലിന്റെ മുട്ടിനൊക്കെ വേദന. ഓ ഓ കണ്ണ് ദൂരത്തേക്ക് കാണില്ല, കാത് കുറവാ. ആ നാക്കിന് മാത്രം ഒരു കുഴപ്പമില്ലല്ലോ. കാക്കേ ആരാ ആരാന്നാ പറഞ്ഞേ? മന്മഥൻ, ശീതളന്റെ കൂട്ടുകാരൻ മന്മഥൻ. ആ മന്മഥൻ. ആ അതെ അതെ അതെ. മന്മഥന്റെ അച്ഛൻ പപ്പൻ. പപ്പൻ കുഴിവിള പപ്പൻ. അതാ ചോദിച്ചു. വിള വീട്ടിലെ പപ്പൻ. പപ്പൻ. ആ ആ പപ്പന് സുഖല്ലേ? ആ സുഖ. അസുഖ? എന്താ സുഖം? അസുഖമല്ല, ആ സുഖമാണെന്ന്. സുഖമാണ്. സുഖമായിട്ടിരിക്കുക. എനിക്ക് സുഖല്ലേ? അവരൊക്കെ സുഖമായിരിക്കട്ടെ, എനിക്ക് സുഖല്ല. പപ്പന്റെ അപ്പപ്പ എന്ത് ചെയ്യണു? അപ്പൂപ്പൻ പോയല്ലോ. എവിടേക്ക്? മരിച്ചുപോയി. മരിച്ചുപോയി. ഇത്ര നേരത്തെ മരിച്ചുപോയോ? ഞാൻ ചെറുതായിരുന്നപ്പോഴേ മരിച്ചുപോയല്ലോ. മരിച്ചുപോയി. ആ മരിച്ചുപോയി. എല്ലാവരും മരിക്കും. വീട്ടിലേക്ക് പത്ര വരുത്തണേ? മനോരമ. മനോരമയാണ്. മനോരമ ആണ്. മനോരമ നല്ല പത്ര. ആ വായിച്ചോ. പപ്പന്റെ അപ്പൻ എങ്ങനെ മരിച്ചേ? അപ്പൂപ്പനെ ഒരു ദിവസം അച്ഛനും അമ്മയും കൂടെ ഓഹരി വെക്കാൻ പോയിട്ട് ഒരു ദിവസം അപ്പനും അമ്മയും കൂടി ഒരു കല്യാണത്തിന് പോയി. ഞാനും വീട്ടിലില്ല. അപ്പോള് അപ്പൂപ്പ ഇതുപോലെ ഒറ്റയ്ക്ക് വീട്ടില് ഇങ്ങനെ ചാരി ഇരുന്ന് മേളില് ഫാനിന്റെ കാറ്റുകൊണ്ട് ഉറങ്ങായിരുന്നു. അപ്പോഴേക്ക് ഈ ഫാൻ ഊരി തലേ വീണ് അങ്ങനെ എനിക്ക് ഭാഗ്യമുണ്ട്, എന്റെ മുറിയില് ഫാനില്ല. ഇടാ ശീതള ഇടാ. ഓ ആ പോണത് പട്ടിയാണോ? അത് പൂച്ച അല്ലേ? അല്ല, പട്ടിയാണെങ്കിൽ തേങ്ങാമുറി കട്ടുകൊണ്ടുപോയി. അതാ ഞാന് ഒന്ന് ശീതളം നോക്കി. വരും. ഇപ്പൊ വരും. ഇവിടെ ഇരിക്കേ. എന്താ കഴിച്ചേ? പുട്ട്. ഇവിടെ പുട്ടും പഴവും ഉണ്ട് ഇവിടെ. കഴിച്ചോ? കഴിച്ചു. വീട്ടിലും പുട്ടും പഴമായിരുന്നു. കഴിച്ചു. അവിടെ പഴം ഇരിക്കുന്നുണ്ട്, 2 പഴം എടുത്ത് തിന്നോ. ചേട്ടത്തി ഇയാളെ അണ്ണാക്കിലോട്ട് തിരികെ വെക്കണം പഴം. എന്താ ജോലി? ജോലി എന്താ? ജോലി നോക്കുക. ഇപ്പോഴും നോക്കുക? ഈ പ്രായത്തിലും? എന്റെയൊക്കെ പ്രായത്തില് ഞാന് 2 കന്നിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ടം മുഴുവനും ഉഴും. അതെ,
വീട്ടിലെ വീണു എല്ലാരും ഉണ്ട്. ഓ രണ്ടാളും കൂടി എങ്ങടാ പോണേ? കാശിക്ക് പോണ കാശിക്ക്. കാശിന് വേണ്ടി വെറുതെ പോയാ കിട്ടില്ല, അധ്വാനിക്കണം. ചെയ്തോളാം. നീ എവിടെ പോയി ഉണ്ടാക്കിക്കൊണ്ടിരുന്നടാ? എന്താടാ കഷ്ടങ്ങളുടെ ഇത് ഇത് കൊമ്പ് പോലെ വിളിച്ചില്ലേ? അപ്പൊ എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നീ കുറച്ചേരം ഇരുന്നിട്ടല്ലേ ഇത്? കുട്ടി കഴിച്ചോ? കഴിച്ചു. അതെ, ഞാൻ പുറത്തേക്ക് ഒന്ന് പോവാ. പുറത്തേക്ക് പോവാണ്. ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം കേട്ടോ. എന്തേ അടങ്ങി ഒതുങ്ങി ഇരിക്കണം ഇവിടെ. പുറത്തേക്ക് ഇറങ്ങരുത്. ഇതിനെ ആരും എടുത്തോണ്ട് പോവാൻ? പുറത്തേക്ക് ഇറങ്ങണ്ടല്ലേ? ഇറങ്ങരുത്. എന്തിനാ ഇറങ്ങണം? ഇവിടെ ഇരുന്നൂടെ? എന്നാ എനിക്ക് മൂത്രം കഴിക്കണം. ഒന്ന് ബാത്റൂമിലേക്ക് ആക്ക്. ഞാൻ ഇപ്പൊ നേരത്തെ കൊണ്ടായില്ലേ കുളിക്കാൻ പോണതിന് മുമ്പേ? ഇടയ്ക്കിടയ്ക്ക് പോണം. എനിക്ക് പതുക്കെ. നടക്ക്. അയ്യോ അയ്യോ നടക്ക് ഇവിടെ. പതുക്കട മോനെ. നടക്ക്. നടക്കം വെക്കണ്ടേ? അയ്യോ നടക്ക്. അയ്യോ കടക്കാണ്. അയ്യോ അയ്യോ എന്തൊരു കഷ്ടാന്ന് ചോദിച്ചത്. അയ്യോ 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 എന്ത് കഷ്ടാന്ന്. മതിയുടെ അവിടെങ്ങാനും കളഞ്ഞിട്ട് വാടാ ശീതള. കൂലി കിട്ടട്ടെന്ന് പറഞ്ഞാൽ ശീതളിന് എത്ര പൈസയെന്ന് വെച്ചിട്ടാ? എത്ര വയസ്സായിട്ട് എന്താ കാര്യം? അല്ല പിന്നെ പെണ്ണിനെ കൂടി നമ്മൾ നോക്കേണ്ടി വരില്ലേ? അവിടെ ചെന്നപ്പോ എല്ലാരും എന്നോട് ചോദിക്കാമോ എന്റെ കല്യാണം എന്തായി എന്നൊക്കെ. എന്താ പറഞ്ഞ നീ? ഞാൻ എന്താ പറഞ്ഞ നോക്കണ്ട് കിട്ടിയില്ല. നോക്കണ്ടെന്നല്ല, ആദ്യം ജോലി ആവട്ടെ എന്നിട്ടേ കല്യാണം എന്നാ പറയേണ്ടത്. പറഞ്ഞാ മനസ്സിലാവില്ല. എന്താ അയ്യോ അച്ഛാ 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 എന്താ അച്ഛാ എഴുന്നേറ്റ് എനിക്ക് പതുക്കെ 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 ആ വടി വടി എടുക്കേ പിടിച്ചോ പിടിച്ചോ നടക്ക തിരിഞ്ഞ് അങ്ങോട്ട് നടക്കേ പതുക്കെ ഒഴിയണല്ലോ. സുഗതാ, ഇജ്ജ് എന്തിനപ്പ വേണ്ടാത്ത പുറത്തേക്കൊക്കെ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത് പറ്റിയത്. എന്തിനാ പുറത്തേക്ക് പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത് പറ്റിയത്. ഔത്തിരുന്നാ പോരേനോ? കൊപ്ര കൊപ്രേ കൊപ്ര ഉണക്കാട്ടിട്ടുണ്ട് പുറത്ത്. അപ്പൊ കാക്ക വന്നു. അപ്പൊ ആട്ടിട്ട് പോണില്ല ഇവിടുന്ന്. അപ്പൊ ഒന്ന് മെല്ലെ ഇറങ്ങി തന്നെ ആട്ടിയതാ. കാല് തട്ടി വീണു. ഇനിയിപ്പോ പറ്റുവോ? ഞാൻ നട്ടു വളർത്തിയ തെങ്ങുമ്പലത്തെ തേങ്ങ അത് വെറുതെ കളയാൻ പറ്റില്ല. എന്റെ മോനുള്ള അതെ, ആയ കാലത്തൊക്കെ ചെയ്തിട്ട് ഇപ്പൊ അതിന് പറ്റൂല. എനിക്ക് അതിനനുസരിച്ച് ചെയ്താ മതി. നട്ട് നനച്ച തെങ്ങാന്നും പറഞ്ഞിട്ടേ തെങ്ങിന്റെ മുകളിൽ ചിലപ്പോ തളപ്പൊക്കെ എടുത്ത് കേറും തേങ്ങ. ആ കുരുത്തം കെട്ട സെക്കൻഡിന്റെ ശീതളം. അല്ല, ഓനോട് പോയി ഓനോട് നോക്കാൻ പറഞ്ഞതാണ് അച്ഛനെ. കേക്കണ്ടേ? ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കില്ല. അവൻ പോയി. പപ്പന്റെ മന്മരൻ അവന്റെ കൂടെ പോയി. അച്ഛൻ എന്തിനാ അവനെ വിട്ടത്? ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ അവൻ നിൽക്കുമല്ലോ. അവൻ പറഞ്ഞാലും കേൾക്കില്ല. എന്തേ? നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്? നിന്നോട് അച്ഛനെ നോക്കണം ഞാൻ പറഞ്ഞില്ല. ഞാൻ കുറെ നേരം നോക്കിയിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകേണ്ടടത്തേക്ക് പോകണ്ടേ? നിനക്ക് എവിടെയാണ് പോലുള്ളത്? അമ്മ എനിക്ക് അപ്പൊ ഡാൻസ് ക്ലാസ്സിൽ അറിയില്ലേ? ക്ലാസ് ഒരു വർത്താനങ്ങൾ കേൾക്കുമ്പോ അച്ഛനവിടെ മുറ്റത്ത് വീണു. അറിയില്ല എന്തിനു അവിടെ പോയാൽ ഞാൻ പറഞ്ഞില്ല. അവിടെ എനിക്കരുതെന്ന് പറഞ്ഞാലും കൂട്ടാക്കില്ല. പിന്നെ
ഈ പോങ്ങനല്ലേ നീ കല്യാണം കഴിപ്പിക്കണെന്ന് പറഞ്ഞത്? അതെ, കല്യാണം കഴിക്കണൊക്കെ ശരി തന്നെയാണ്. എനിക്ക് ആ റൂം കിട്ടുകയാണെങ്കിൽ ഉള്ളോട്ടെ കല്യാണം കളിയാട്ടൊക്കെ. എനിക്ക് അച്ചാച്ചന്റെ റൂം അവിടെ നിന്ന് കഴിക്കണില്ലെന്നാ. കഴിക്കണമെങ്കിൽ എനിക്ക് റൂം വന്നു. അല്ല സോഫയിലൊന്നും കിടക്കാൻ എനിക്ക് പറ്റില്ല കൊതുകടി കൊണ്ട്. ഇപ്പൊ സാധനമില്ലേ എന്നെ ചെയ്ത കഴിപ്പിച്ചോ ഇരിക്കണോക്കെ. ഞാൻ 100 വർഷം പറഞ്ഞാണ് എനിക്ക് ആൾക്കാർക്കെന്ന്. നീ വീണേട്ടെ എനിക്ക് കേൾക്കണത് വല്ലാത്തൊരു വീടത്. എവിടേക്കെങ്കിലും പോവാൻ നല്ലത് ഇവിടുന്ന് ഉടങ്ങാനായിട്ട്. ഇതോ ഞങ്ങൾ പോട്ടെന്നല്ല ഞങ്ങൾ വരാം. തിന്നാൻ കൊടുത്താൽ എന്താണ് വേണ്ട ഇളകാതെ കിടക്കും. ഇതിപ്പോ ആദ്യമൊന്നും അല്ലല്ലോ. ഇല്ലച്ചാ പതുക്കെ ഒഴിയണുള്ളൂ. വേണ്ട വേണ്ട ഒഴിയണുള്ളൂ. ഒന്നും വേണ്ട, ആരും നോക്കും വേണ്ട. അപ്പൊ മണ്ടോ മണ്ടോ വരണോ? വീട്ടിലെ ചൊറിയും കുത്തിരിക്കാം. ഞാനുള്ള നേരത്തെ എന്തെങ്കിലും പണിയൊക്കെ അതും ചെയ്യില്ലേ നേരെ മണ്ണച്ചാ. വല്ലാത്തൊരു കഷ്ടാണേ. സാധാരണ മനുഷ്യന്മാര് ഇഡലിയോ ദോശയോ പുട്ടൊക്കെ കഴിക്കും. അതൊന്നും വേണ്ട, ഈ വറുത്തത് തിന്ന മതിന്ന്. പോടിയാണ്. എന്നാൽ നിന്നെ കെട്ടിയതിന്റെ ശേഷം എന്റെ ജീവിതം തുടങ്ങി. വായിൽ വെച്ച് തിന്നാൻ നല്ലൊരു ഭക്ഷണം വെക്കാറ് അത് വേണ്ട. നാലാളോട് നേരാമണ്ണ സംസാരിക്കാറിയോ? കൂട്ടുകാർ ഓരോരുത്തർ ക്ലബിലേക്കൊക്കെ ഭാര്യമാരെ കൊണ്ടുവന്ന് അവരൊക്കെ തന്നെ സംസാരിക്കുന്ന കേൾക്കുമ്പോ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇത് വായ തുറന്ന ഒരക്ഷരം പറയാനും അറിയില്ല, ഒരു മണ്ണുണ്ണി. ഈ സത്യനല്ലേ ഈളെന്തിനൊപ്പം വീട് വരുന്നത്? എന്തേ? നമസ്കാരം, ഞാൻ സത്യശീലൻ. ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ കേറി. എന്തേ? തലയെറുക്കപ്പെടേണ്ട കോഴിയുടെ ചെകിളത്തുടിപ്പുകൾ അറവുകാരന്റെ കത്തിയുടെ പതുങ്ങിയ മൃത്യുഗന്ധം തിരിച്ചറിയുന്നു. എന്റെ പുതിയ കവിതയാണ്. കവിത വീട്ടുള്ളിൽ കൂടെ നടന്നാണോ ചെല്ലണേ? ഇല്ല, അങ്ങനല്ല. ഇതിപ്പോ ഞാൻ എനിക്ക് എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ അതൊരു നല്ല വാരികയിൽ പ്രസിദ്ധീകരിച്ചാൽ കൊള്ളാന്നൊരു മോഹമുണ്ട്. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സുഖദേട്ടന്റെ അടുത്ത്. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് മാസികയില്ല, പ്രസ്തുല്ല, ഒന്നുമില്ല. ഞാനൊരു ഫാക്ടറി നടത്തിക്കൊണ്ട് പോണ ആളല്ലേ. പക്ഷെ നമ്മുടെ തീപ്പൊരി വാരികയുടെ എഡിറ്റർ രാഘവൻ ഉണ്ടല്ലോ, അത് അദ്ദേഹം സുഖദേട്ടന്റെ അടുത്ത ഫ്രണ്ടാണല്ലോ. അതെ അതെ. ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ ഇത് അതിൽ വരും. അല്ല അതെന്താ അറിയോ, ഞാനും രാഘവനും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ക്ലബിലെ ഞങ്ങൾ മെമ്പർമാരാണ്, എന്നും വൈകിട്ട് കാണും. അങ്ങനെയൊക്കെ ഒരു സൗഹൃദം ഉണ്ട്. ഇതല്ലാണ്ട് അതെ മൂപ്പരെ ജോലി കാര്യത്തിലൊന്നും ഞാൻ കയറി ഇടപെടാറില്ല. അത് ഇടപെടണേ, ഇടപെടണം. ഇത് ഇടപെട്ടാലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. അതെ, എനിക്ക് ഇറങ്ങാൻ സമയമായി. എനിക്ക് പോണം. സുഖദേട്ടൻ ഇത് വാങ്ങി വെക്കുക, എന്നിട്ട് ആ തീപ്പൊരി രാഘവേട്ടന് ഇത് കൊടുക്കുക. ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, അത്രേ വേണ്ടൂ. വാങ്ങി വെക്കണം. ചായ വെള്ളം എന്തെങ്കിലും കുടിച്ചോ? ചായ ഞാൻ കുടിച്ചിട്ടില്ല. മിച്ചർ കഴിച്ചോ? നല്ല മിച്ചറാ. അതെ. ഇത് പഴയതല്ലേ? ഇത് പഴയതാ. അത് പഴയതാ. ഒരു വർഷം എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അല്ല, എഴുതാത്ത പേപ്പർ വേണേ തരാം. എഴുതാനല്ല, ഞാൻ അറിയണ്ടേ. രാഘവേട്ടനെ കാണില്ലേ? ഞാൻ നാളെ കൊണ്ട് വരാം. അല്ല വരണമൊന്നുമില്ല, ഞാൻ കൊടുത്തോളാം. കൊടുത്തോളാം. ഓ ആയിക്കോട്ടെ, ശരി കേട്ടോ.
കഷ്ടം ഓരോരോ പ്രാന്തന്മാര്. ആ കളയല്ലേട്ടാ, എന്തേ അതൊന്നും ആ രാഘവേട്ടന്റെ കയ്യിൽ കൊടുത്ത് പ്രസിദ്ധീകരിപ്പിച്ച് കൊടുക്ക്. എന്തൊരു കണക്കും ഭ്രാന്താ? ഇതെങ്ങനെ രാഘവൻ പൊട്ടിച്ച് വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കണ്ട ഇത്ര എഴുതി വെച്ച് കണ്ട എന്നെ കളിയാക്കില്ലേ? എങ്കിൽ പിന്നെ എന്തിനാ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇവിടെ വെച്ചത്? എടി അത് അയാൾക്കൊരു സമാധാനം ഉണ്ടായിക്കോട്ടെ, എന്നല്ലെങ്കിൽ നാളെ അത് പ്രസിദ്ധീകരിച്ചാലോ എന്നൊരു സമാധാനത്തിന് വേണ്ടിട്ട് മേടിച്ചു വെച്ചല്ലേ. പൈപ്പ് പൊട്ടിയതൊന്ന് മാറ്റാൻ പറഞ്ഞവരാണ് കൂട്ട. പെൻഷൻ മണിക്കും വീട്ടിൽ വരും. പിന്നെ ഇതുപോലെ ചെടികളെ നാട്ടു നടക്കാൻ പണി അതന്നെയാണ്. മാഷക്കുണ്ടല്ലോ മാഷേ. ആ എന്താ പിരിവിനുള്ള വരവാ? തിരുവനന്തല്ല മാഷേ. മാഷൊന്ന് കാണാലേ ഇതൊന്നാ. എന്നെ കാണുമ്പോ തന്നെ ഓടി വിളിച്ചേരുന്ന ആൾക്കാരാണല്ലോ പഠിക്കുമ്പോ. അത് വണ്ടല്ലോ ഉറങ്ങിക്കിടക്കുന്ന പുരിനെ ഞങ്ങളെല്ലാരും കൂടി ഉണർത്താനും കൂടെ തീരുമാനിച്ചു. ഏത് പുലരി? നമ്മളെ സ്പോർട്സ് ആർട്സ് ആൻഡ് ക്ലബില്ലേ? പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ആഘോഷം അടുത്ത മാസം 10-ന്. അപ്പൊ അതിനുള്ള പിരിവായിട്ട് ഇറങ്ങിയതാവും. അത് മാത്രല്ല മാഷേ, ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയല്ലോ മാഷ്. മുഖ്യാതിഥി ഞങ്ങളെ ക്ലബിന്റെ കെട്ടക്കെട്ടൊരു പവറും പിന്നെ അതിനോടൊപ്പം ഒരു സംഭാവന. അതായത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല അധ്യാപകനുള്ള അവാർഡൊക്കെ മേടിച്ചപ്പോ അതിന് നിങ്ങളുടെ വക ഒരു സ്വീകരണം, അതിനുള്ള പൈസ ഞാൻ തന്നെ തരാം. നാടിന്റെ കലയും സംസ്കാരത്തെയും കായികത്തെയും ആരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? പിന്നെ എന്താപ്പോ ഞാൻ പഠിപ്പിച്ച ആൾക്കാരാണല്ലോ, എന്തൊക്കെയാ ഇപ്പൊ ചെയ്യണം? നിങ്ങൾ എന്താ പണി നിങ്ങൾക്കൊക്കെ? ഞാന് പെയിന്റിങ് പണി മാഷേ. തനിക്കോ? അച്ഛൻ നല്ല ഉഷാറാ, ഇപ്പൊ പഠിക്കും. അച്ഛൻ തനിക്കെന്താ പണി എന്നാ ചോദിച്ചത്? അച്ഛൻ ഏതാനും പണിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ ഞാനും കൂടി പഠിക്കുമല്ലോ. അച്ഛൻ ഈ കോടിക്കും, അച്ഛൻ പഠിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. തരക്കടില്ല, അതെന്തായാലും നല്ല ചിന്തയാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്തൊന്നും ഇല്ലാത്ത ചിന്തയൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ട്. 4000 രൂപ അങ്ങോട്ട് കൊടുത്ത മാഷ്. എന്തിന്റെ? നമ്മൾ വാർഷികം ക്ലബിന് ഫണ്ടില്ല മാഷ. അതിന്റെ ഇവിടെ 400 രൂപ ഈ പൈപ്പ് പൊട്ടിയിട്ട് അത് മാറ്റാൻ തന്നിട്ടില്ല കാശ് ചെക്കന്മാര്. അത് കാരണമാണ് ഇപ്പൊ ഞാൻ ഈ കപ്പില് വെള്ളം കോരി പിന്നെ 350. ഇങ്ങോട്ടും പറയണ്ട. 2000 കൊടുക്കും. എന്താ നീ പശു കച്ചവടത്തിന് വന്നതാ? അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാ. വെള്ളം എത്തി കയറിക്കാ കപ്പ അവിടെ കിടക്കും. ഇപ്പൊ ഞങ്ങൾ എന്താക്കണ്ട്? ഞാനൊരു 100 രൂപയ്ക്ക് അങ്ങോട്ട് തരും. അക്കുമാരന്റെ ബാർബർ ഷോപ്പിൽ ഞാൻ കൊടുത്തേൽപ്പിക്കാം. നിങ്ങൾ എപ്പോഴാച്ചാ സൗകര്യം പോലെ വന്ന് മേടിച്ചോളൂ കേട്ടോ. മതി മാഷെ, പോട്ടെ മതി. ഒരു കാര്യം, മുഖ്യാതിഥി മാഷിന് അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ നോക്കാം, അതപ്പോ ആലോചിക്കാം. ശരി എന്നാല് അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. 100 രൂപ 1 രൂപ കൊടുക്കാത്ത മനുഷ്യൻ. അച്ഛൻ പണിക്ക് പോണ കാരണം പോവില്ല എന്നാ പറയണം. ഈഗോ അടിക്കൂട്ടോ അച്ഛൻ. എന്താ ചെയ്യാ ഈ ജാതിക്ക്? ഹലോ, എന്തിന് അഭിനന്ദനങ്ങളോ? എന്തിന്? നിങ്ങക്കേ ആള് മാറി, ഇത് റോങ് നമ്പറാ. എന്താ ടീപ്പര് ഈ വഴിക്ക്? അഭിനന്ദനങ്ങൾ. എന്തിന്? തന്റെ ഭാര്യന്റെ കവിത എന്റെ തീപ്പൊരിയിൽ അടിച്ചു വന്നിട്ടുണ്ട് ഈ ലക്കത്തില്. ഒന്ന് പിടിക്ക്, തന്റെ ഭാര്യ അവിടെ പോയെ. അഭിനന്ദനം അറിയിക്കാനാ. അതല്ലേ മണ്ടു മണ്ടു, ഞാനിപ്പോ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും മനോഹരമായ കവിതയാണ്. എന്താ അതിന്റെ പദവിന്യാസമൊക്കെ? അത് അസാമാന്യാണ്. ഒറ്റ കവിത കൊണ്ട് പ്രശസ്തിയാവും. വാ വാ വാ, വേഗം വാ, ഒരു ന്യൂസ് പറയാനുണ്ട്, വാ. അഭിനന്ദനങ്ങൾ ആദ്യമായിട്ട്. നീ എനിക്ക് അയച്ചു തന്നില്ല കവിതയില്ലേ, അത് ഈ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തീപ്പൊരിയില്. മനോഹരായിരിക്കുന്നു. തന്റെ പത്നി ആയതുകൊണ്ടല്ല, ആ കവിതയുടെ ഗുണം കൊണ്ടാ ഞാൻ പ്രസിദ്ധീകരിച്ചത്. എത്ര അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടിയെന്നറിയോ? വായിച്ചു നോക്ക്.
മനോഹരായിട്ടുണ്ട്. ഈ കഴിവുകൾ നീ എവിടെയാ ഇതുവരെ സൂക്ഷിച്ചു വെച്ചത്? രാഘവ എന്നാ അകത്തേക്ക് വാ, ചായ കുടിച്ചിട്ട് പോവാ. ചായ സമയമില്ലായിരിക്കും, ഉടനെ വേറൊരു പ്രോഗ്രാം ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇനി എഴുതണം, തുടർച്ചയായിട്ട് എഴുതണം. ഞാൻ തന്നെ പ്രസിദ്ധീകരിക്കുമല്ലോ. എന്താ പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടാ. എന്തത്? പിന്നെ നോക്കിയേ, ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇതെപ്പോഴെഴുതിയേ? ഇതേ ഇത് ഞാൻ എഴുതിയതല്ല. പിന്നെ അന്നൊരാൾ ഇവിടെ കൊണ്ട് തന്നില്ലേ ഈ രാഘവേട്ടന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിട്ട് കവിത. ആ അതെടുത്ത് ഞാൻ അയച്ചെടുത്തു. എന്നിതാരോടും പറയാൻ നിൽക്കണ്ട, നീ എഴുതി തന്നെ ആയിട്ടിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരാനൊന്നും പോണില്ല. ഞാന് ഒരു ബുദ്ധി കൂടെ കാണിച്ചു. എന്തേ? ആ കവിതയുടെ പേര് മാറ്റി. അതെവിടുന്ന കിട്ടി? അത് വേറെ കവിതയിൽ എടുത്തു. ആരും അറിയണ്ട, ഇനി മുതൽ എന്റെ ഭാര്യ ഒരു കവയിത്രി ആയിരിക്കട്ടെ. അല്ല, ഇതിപ്പോ തന്നെ ആ മീനാക്ഷി കാണിക്കണം. അയ്യോ, അത് നീ കാണിക്കൊന്നും വേണ്ട, നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് അറിഞ്ഞോളും. ഇനി അവള് നാണം കൊണ്ട് നിന്റെ മുഖത്ത് നോക്കില്ല. നീ വാ. ഞാനേ ഒരു ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്തു. ഫോട്ടോ വന്നാ നോക്കട്ടെ. വാശിയുണ്ടല്ലോ, പൊളിക്കണം പൊളിക്കണം മോനെ. പിരിവൊക്കെ നല്ല കയറ്റി എഴുതണം. എല്ലാം പിരിവ് നല്ലോണം വേണം, അതായത് ഭാഷ ഉഷാറാക്കാൻ പറ്റും. പൈസ എല്ലാം അല്ലണ്ണി ഏട്ടാ. ഞമ്മള് ക്ലബിന്റെ വാർഷികാഘോഷത്തിന് മുഖ്യാതിഥിയായിട്ട് ശീതള മാഷ ബുക്ക് ചെയ്ത് എന്നിട്ടിപ്പോ മാറ്റി മണ്ടോദരിയാക്കണം. എങ്ങനെയാണ്? നിന്റെ അച്ഛനാണ് അന്നേ പ്രകാശിക്കാൻ വിളിച്ചു, ഞാൻ മാറ്റി. സെക്രട്ടറിക്ക് അതിന്റെ അധികാരമുണ്ട്. ഉണ്ട്. സെക്രട്ടറി അല്ലേ പറയണ? ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ശീതൾ മാഷി നിന്നെ പഠിപ്പിച്ചിട്ട് എന്നെയും പഠിപ്പിച്ചു നമ്മളെ വലിയ നിലയിലെത്തിക്കാൻ പറഞ്ഞു. നീക്കുന്ന പണി? ഞാൻ വലിയ നിലയിലല്ലേ നീക്കുന്ന പണി പെയിന്റിങ്. 6ാമത്തെ നിലയിൽ പെയിന്റ് അടിക്കും, വലിയ നിലയിരുത്തി. നിനക്കോ? ഒരു പണിയില്ല. ഒരു പണിയില്ല. മൂപ്പർക്ക് വലിയ അവാർഡ്. നല്ല മാഷുള്ള അവാർഡൊക്കെ മേടിച്ച ആളല്ലേ? അതെ, അതായിക്കോട്ടെ. ഈ നാട്ടിലെ പരിപാടിക്കല്ലേ മൂപ്പറ വിളിക്കണ്ട്. ഈ കൊല്ലം വിളിക്കുന്നില്ല. പണ്ടൊരു ട്രെൻഡാണ് കവിത, അടിപൊളി. നീ വായിച്ചില്ല? ഏട്ടാ പറഞ്ഞ അത്ര വലിയ കവിത വാങ്ങാനുള്ള ഇതൊന്നും എനിക്കില്ലല്ലോ. നീ വായിച്ചില്ല? ഞാൻ വായിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ 2 സെക്കൻഡ് കരയും ചെയ്തു. എന്തൊക്കെ മനസ്സിലായി നിനക്ക്? മനസ്സിലായിട്ടൊന്നുമില്ല. എനിക്ക് മനസ്സിലായിട്ടാ. അതാണ് ടോപ്പ് സാധനമാണ്. മനസ്സിലാവാതെ ഇങ്ങനെ കരയും. ചിത്രം ചിലപ്പോ വാരി തേച്ച ചിത്രം ഉണ്ടാവും. നിനക്ക് എന്തൊക്കെ മനസ്സിലാവണ്ട? ഇല്ല, അതിനാണ് അവാർഡിന്റെ പൊടിപൂരം. ചില കവിതകൾ ഈ തിരിയാത്ത കവിതയ്ക്ക് അങ്ങനെ ഈടാവും കൊണ്ടാണ് നിൽക്കണ്ട. പൈസ മേടിക്കാം, പരിപാടി ഉഷാറാക്കാം.